കോടതിയുടെ വാക്കാലുള്ള പരാമർശങ്ങളിലും ഒന്ന് രണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അന്തർലീനമായിട്ടുണ്ട്. ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവദിക്കാതിരിക്കുന്നതിന്റെ പിന്നിൽ ആരോ ഉണ്ടെന്നാണ് ഹൈക്കോടതി സംശയിക്കുന്നത്. ഈ കേസ് കേൾക്കുന്ന ജസ്റ്റിസ് എ ബദറുദ്ദീൻ ചോദിക്കുന്നു, എന്തിനാണ് സർക്കാർ ഈ രണ്ടുപേരെ സംരക്ഷിക്കുന്നത്? ആരാണ് ഇതിനു പിന്നിൽ? അവർ എവിടെ പോയി? എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? അപ്പൊ കോടതിയുടെ സംശയം വളരെ വ്യക്തമാണ്. ഇതിന് പിന്നിൽ ആരോ ഉണ്ട്, വളരെ ബോധപൂർവം ചെയ്ത് കളിക്കുന്നു. എവിടെ പോയി? എന്തിനാണ് അവര് ഇതൊക്കെ ചെയ്യുന്നത്? കോടതി ചോദിക്കുക. സർക്കാരിനോടുള്ള ചോദ്യങ്ങളാ. ഇപ്പൊ സത്യവാങ്മൂലം നൽകാനായിട്ട് കേസ് അല്പകാലത്തേക്ക് നീട്ടിവെച്ചിരിക്കുക. അപ്പൊ സർക്കാർ പറയുമോ ഇതിന്റെ ഉത്തരം? കോടതി ഉന്നയിച്ച സംശയങ്ങൾക്കുള്ള ഉത്തരം സർക്കാരിന്റെ സത്യവാങ്മൂലത്തിൽ ഉണ്ടാകുമോ? ആരാണ് ഇതിന് പിന്നിൽ? അവരെവിടെ പോയി? എന്തുകൊണ്ടാണ് അവര് ഇതൊക്കെ ചെയ്യുന്നത്? ഈ കേസിലൊരു കോടതി അലക്ഷ്യമുണ്ട് എന്ന് ഹൈക്കോടതി പറയുന്നുണ്ട്. അതായത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ അന്വേഷണം CBI നടത്തുന്നത്. എന്നിട്ട് പോലും ഹൈക്കോടതി പറയുന്നതനുസരിച്ച് നടത്തുന്ന ഒരു അന്വേഷണത്തിന് പോലും ഈ കേസിലെ 2 പ്രധാന പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് കോടതി ലക്ഷ്യം ഇതിനകത്തുണ്ട് എന്ന് കോടതി പറയുന്നത്. അത്ര പ്രധാനപ്പെട്ട ഒരു കേസായിട്ടും, കോടതി പറഞ്ഞതുപോലെ കോടതി അലക്ഷ്യം ക്ഷണിച്ചു വരുത്തുന്ന ഒരു കേസായിട്ടും ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവദിക്കാതിരിക്കുന്നത് പിന്നിൽ ആരാണ്? അവരുടെ ഉദ്ദേശം എന്താണ്? അവരെന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്?